ശ്രീഹരീയം ദശകം 22 അജാമിളോപാഖ്യാനം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. അജാമിളനെന്ന ദ്വിജൻ അച്ഛൻ തൻ്റെ വാക്കു കേട്ടു വനത്തിൽ പോയി ഹോമദ്രവ്യം ശേഖരിക്കാനായി. മതം കൊണ്ടു മതികെട്ട മാദകസ്വരൂപിയായ മഹിളയെ കാനനത്തിൽ കണ്ടെത്തിയല്ലോ. സ്വതവേ പ്രശാന്തനെന്നാൽ ദാസിയാൽ വശീകൃതനായി സ്വന്തം ധർമ്മം അജാമിളൻ കൈവിട്ടുവല്ലോ. ജരാനര ബാധിച്ചപ്പോൾ അവിടുത്തെ നാമമുള്ള തനയനിൽ ഏറെ പ്രിയമുള്ളവനായി. മരണസമയമായി അജാമിളൻ തൻ്റെ മുന്നിൽ മഹാഭയങ്കര കാലരൂപന്മാരെത്തി. ഭവസ്മരണയുടെ വാസനബലത്താൽ ദ്വിജൻ നാരായണനാകും തനയനെ വിളിച്ചു. ദുഷ്ടനാണെങ്കിലും തൻ്റെ നാവിൽ നിന്നും പുറപ്പെട്ട നാരായണ നാമത്തിൻ്റെ മാഹാത്മ്യത്താലേ നാലു കൈയും മഞ്ഞപ്പട്ടും മനോഹര രൂപവുമായി നാരായണ പാർഷദന്മാർ പ്രത്യക്ഷപ്പെട്ടു. അജാമിള ബ്രാഹ്മണനെ കയറിട്ടു വലിക്കുന്ന യമദൂതന്മാരെ ഇവർ തടഞ്ഞ നേരം അവൻ ചെയ്ത പാപങ്ങളെ മുഴുവനും അറിയിച്ചു വിഷ്ണു പാർഷദന്മാരോടു യമദൂതന്മാർ. പാപം ചെയ്തവനെങ്കിലും പ്രായശ്ചിത്തം ചെയ്താൽ പോരെ, അറിവുള്ളവരെ നിങ്ങൾ ചൊല്ലുക വേഗം. പ്രായശ്ചിത്തം എന്താണെന്ന് അറിയാതെ വന്നിടുമോ ഭഗവാനെ തവദൂതർ ഇങ്ങനെ ചൊല്ലി. ശ്രുതിസ്മൃതി വിധികളാൽ വ്രതങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ പാപം തീരും, വാസനകൾ നശിക്കുന്നില്ല. ഭഗവാനെ സേവിച്ചാലോ ഇവ രണ്ടും നശിക്കുന്നു. ഭഗവാനെ തവദൂതർ ഇങ്ങനെ ചൊല്ലി. 1000 കോടി ജന്മങ്ങൾ ചെയ്തു പോയ പാപങ്ങൾക്കും അജാമിളനറിയാതെ പ്രായശ്ചിത്തമായി ഹരിനാമ കീർത്തനത്താൽ ശുദ്ധനായി തീർന്നു ഇവൻ. ഭഗവാനെ തവദൂതർ ഇങ്ങനെ ചൊല്ലി. അറിയാതെയുള്ള നാമജപം പോലും പാപജാലം നശിപ്പിക്കും, മാറുന്നു രോഗത്തെ പോലവേ. തീയാൽ വിറകും നശിക്കും നാമജപം പാപഹരം. ഭഗവാനെ തവദൂതർ ഇങ്ങനെ ചൊല്ലി. ഭഗവത് പാർഷദന്മാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ യമഭടന്മാരും ഉടൻ മടങ്ങിപ്പോയി. ഭഗവത് ഭജനത്തോടെ ജീവിച്ചോരജാമിളനെ ഹവൽഭടർ വൈകുണ്ഠത്തിൽ എത്തിച്ചുവല്ലോ. കിങ്കരന്മാർ കഥയെല്ലാം ചൊല്ലിയ നേരത്തു യമൻ ഭക്തന്മാരുടെ അടുത്ത് പോകേണ്ട എന്ന് ദൂതന്മാർക്കു കർശനമാം നിർദ്ദേശവും നൽകിയല്ലോ. ഭക്തപൂജനാകും ദേവാ രക്ഷിച്ചിടണേ. നാരായണ 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 വാതാലയേശ.